പലരും ഒളിഞ്ഞും തെളിഞ്ഞും പല അജണ്ടകളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ളതാണ്. ആ ജില്ലകൾ വിഭജിക്കുന്നത് കേരളത്തിൽ പുതിയ കാര്യമൊന്നുമല്ല. പല ജില്ലകളും പലതവണ വിഭജിച്ചിട്ടുള്ളതാണ്. ഈ മലപ്പുറം ജില്ല തന്നെ വലിയ കോലാഹലങ്ങൾക്ക് ശേഷം ഉണ്ടായതാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു ആവശ്യമായിരുന്നു. പാലക്കാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുള്ള മുസ്ലിം ഭൂരിപക്ഷം പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ ജില്ല രൂപീകരിക്കണം എന്നുള്ളത്. അത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു വിഭജനമായിരുന്നില്ല, മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനം. ജില്ല ഉണ്ടായി കഴിഞ്ഞപ്പോൾ മറ്റെല്ലാ ജില്ലകളും പോലെ തന്നെ ആയിപ്പോയത്. അത്രേ ഉള്ളൂ. മലപ്പുറം ജില്ലയ്ക്ക് വേറെ വിശേഷമൊന്നും. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് മലബാറിലെ മുസ്ലിം ലീഗുകാർ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. അത് മാപ്പിളസ്ഥാൻ രൂപീകരിക്കണം എന്നുള്ളത്. ബാഫയ്ക്ക് തങ്ങൾക്ക് EMS ഒരുപാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. സപ്തകക്ഷി മന്ത്രിസഭ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു പുതിയ ജില്ല ഉണ്ടാക്കി തരാം എന്നാണ് പറഞ്ഞത്. കേരള സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ UDF ഭൂരിപക്ഷം കിട്ടും, കോൺഗ്രസ് ആയിരിക്കും ഡ്രൈവിംഗ് സീറ്റിൽ. എന്നാൽ ഈ കണ്ടക്ടറുടെ കിളിയുടെയൊക്കെ റോളിൽ ഘടകകക്ഷികളായിരിക്കും. അപ്പോൾ ഈ ബെല്ലടിക്കുകയും ബസ് വിടാനുള്ള ആജ്ഞ കൊടുക്കുകയും ചെയ്യുന്ന റോളിൽ മുസ്ലിം ലീഗ് ആയിരിക്കും. ഈ KPCC ഓഫീസിൽ നിന്നല്ല, പാണക്കാട്ടിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അല്ലെങ്കിൽ ഹൈക്കമാൻഡ് മലപ്പുറത്തേക്ക് മാറ്റും എന്നൊക്കെ പല അഭ്യൂഹങ്ങളും നിലവിലുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളൊക്കെ അത് കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. AK ബാലനും ഗോവിന്ദൻ മാഷും പിണറായി വിജയൻ തന്നെയും ഇങ്ങനെയുള്ള പ്രചരണങ്ങൾക്ക് മുൻകൈ എടുത്ത് അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പല അജണ്ടകളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് കൂടി വന്നതോടെ പലർക്കും ആവേശം വർദ്ധിച്ചിട്ടുണ്ട്. പല പല ഡിമാൻഡുകളും ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ളതാണ്. ആ ജില്ലകൾ വിഭജിക്കുന്നത് കേരളത്തിൽ പുതിയ കാര്യമൊന്നുമല്ല. പല ജില്ലകളും പലതവണ വിഭജിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് മലബാർ ഒറ്റക്കൊരു ജില്ലയാണ്. അതായത് മദ്രാസ് സംസ്ഥാനത്തെ ഒരു വലിയ ജില്ലയായിരുന്നു മലബാർ ജില്ല. ആ ജില്ലയിൽ തന്നെ സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ മൂന്നായിട്ട് ഉപയോഗിച്ചു. ഒന്ന് പാലക്കാട് ജില്ല, മറ്റൊരു കോഴിക്കോട് ജില്ല, 3 കണ്ണൂർ ജില്ല. അപ്പോൾ ഇപ്പോഴത്തെ മലബാർ പ്രദേശം 3 ജില്ലകളെ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നീട് വിഭജിച്ചിട്ടാണ് ആദ്യം മലപ്പുറം ജില്ലയുണ്ടായി, പിന്നീട് വയനാട് ജില്ലയുണ്ടായി, അത് കഴിഞ്ഞ് കാസർഗോഡ് ജില്ലയുണ്ടായി. അങ്ങനെ മലബാർ ഭാഗത്ത് ജില്ലകൾ 6ആയി. തിരുവിതാംകൂർ സംസ്ഥാനമായിരുന്ന കാലത്ത് 3 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് തിരുവനന്തപുരം ജില്ല, മറ്റൊന്ന് കൊല്ലം ജില്ല, 3 കോട്ടയം ജില്ല. ഈ എറണാകുളം ജില്ലയുടെ വടക്കേറ്റത്തുള്ള ഞങ്ങളൊക്കെ കോട്ടയം ജില്ലക്കാരായിരുന്നു. പിന്നെയാണ് കോട്ടയം ജില്ല വിഭജിച്ച് ആലപ്പുഴ ജില്ലയും എറണാകുളം ജില്ലയും ഉണ്ടായത്. അതുപോലെ ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് കൊല്ലം ജില്ല വിഭജിച്ച് പത്തനംതിട്ട ജില്ല ഉണ്ടായത്. കൊല്ലം ജില്ല ആലപ്പുഴ ജില്ലയുടെ ചില ഭാഗങ്ങളൊക്കെ ചേർത്ത് പത്തനംതിട്ട ജില്ല ഉണ്ടാക്കി. അതൊക്കെ വലിയ ചരിത്രമാണ്. അന്ന് തന്നെ മാവേലിക്കര ജില്ലയ്ക്ക് വേണ്ടിയുള്ള മുറവിളി വളരെ ശക്തമായിരുന്നു. ഇപ്പം തന്നെ നെയ്യാറ്റിൻകര ജില്ല ഉണ്ടാക്കണം എന്നാവശ്യപ്പെടുന്നവരുണ്ട്. ഇടുക്കി ജില്ല ഉണ്ടാക്കിയത് അതിന് മുമ്പ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. ഇടുക്കി ജില്ലയുടെ പേര് മലയോര ജില്ല, മലനാട് ജില്ല എന്നൊക്കെയായിരുന്നു. അതിൽ മലയോര ജില്ലയിൽ യഥാർത്ഥത്തിൽ ഉടുമ്പൻചോലയും പീരുമേടുമൊക്കെ വരുമായിരുന്നുള്ളൂ. തൊടുപുഴ കൂടി കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ മലയാളികളുടെ സംഖ്യ വല്ലാതെ കുറഞ്ഞു. ഇത് തമിഴ് ഭൂരിപക്ഷം ജില്ലയിൽ പോകും എന്നുള്ളതുകൊണ്ട് തമിഴ്നാടിനും കൂട്ടിച്ചേർക്കണം എന്ന ആവശ്യം ശക്തമായേക്കാം എന്ന ഭയമുണ്ടായിരുന്നുകൊണ്ടുമാണ്. അങ്ങനെയാണ് എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്ന തൊടുപുഴ പ്രദേശം ഈ മലനാട് ജില്ലയോട് അഥവാ ഇടുക്കി ജില്ലയോട് കൂട്ടിച്ചേർത്ത്. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. ഈ മലപ്പുറം ജില്ല തന്നെ വലിയ കോലാഹലങ്ങൾക്ക് ശേഷം ഉണ്ടായതാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു ആവശ്യമായിരുന്നു. പാലക്കാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുള്ള മുസ്ലിം ഭൂരിപക്ഷം പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ ജില്ല രൂപീകരിക്കണം എന്നുള്ളത്. അത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു വിഭജനമായിരുന്നില്ല, മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനമാണ്. അതാണ് സത്യത്തിൽ ഇതിനെ ഒരു വിവാദ വിഷയമാക്കിയത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ല രൂപീകരിച്ചപ്പോഴോ ഇടുക്കി ജില്ല രൂപീകരിച്ചപ്പോഴോ ഈവൻ കാസർഗോഡ് ജില്ല രൂപീകരിച്ചപ്പോഴൊന്നും മതത്തിൻ്റെ ഒരു എലമെൻ്റ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഇത് ഏതാണ്ട് ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയ പോലെ ഉള്ള ഒരു വിഭജനമാണ്. അതുകൊണ്ടാണ് ഇത് വിഷയമായത്. സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ ഒരു വലിയ വിഭാഗം നേതാക്കന്മാർ ഇതിനെതിരായിരുന്നു. CPI എതിരായിരുന്നു, RSP എതിരായിരുന്നു, കോൺഗ്രസ്സുകാർ ഭയങ്കര എതിരായിരുന്നു, ജനസംഘക്കാർ. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ മലപ്പുറം ജില്ലയ്ക്കെതിരായിട്ട് വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചു. പക്ഷേ ബാഫയ്ക്ക് തങ്ങൾക്ക് EMS ഒരുപാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. സപ്തകക്ഷി മന്ത്രിസഭ അധികാരത്തിൽ വരികയാണെങ്കിൽ
മലപ്പുറം ജില്ല രൂപീകരിക്കാം, ഒരു പുതിയ ജില്ല ഉണ്ടാക്കി തരാം എന്നാണ് പറഞ്ഞത്. അപ്പം തന്നെയും ഈ ജില്ലയുടെ ആസ്ഥാനമായിട്ട് വരാൻ സാധ്യത ഉണ്ടായിരുന്ന സ്ഥലം മഞ്ചേരിയാണ്. കാരണം മഞ്ചേരി അന്ന് തന്നെ ഒരു ടൗണാണ്, താലൂക്ക് ആസ്ഥാനമാണ്. ഏറനാട് താലൂക്കിൻ്റെ ആസ്ഥാനം മഞ്ചേരിയാണ്. അപ്പോൾ മഞ്ചേരി ടൗണുള്ള ഉണ്ടെങ്കിലും ഇതിൻ്റെ ആസ്ഥാനം മലപ്പുറത്ത് വേണം എന്ന് പറഞ്ഞത് അത് തന്നെ ഈ പാണക്കാട് തങ്ങന്മാരുടെ അല്ലെങ്കിൽ മുസ്ലിം യാഥാസ്ഥിതിക ശക്തികളുടെ ഒരു കേന്ദ്രം മലപ്പുറമായിരുന്നുണ്ട്. അന്നത്തെ മലപ്പുറം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമമായിരുന്നു, ഇന്ന് നമ്മൾ കാണുന്ന മലപ്പുറമല്ല. അപ്പോൾ ഇത് വലിയ പ്രക്ഷോഭത്തിന് ശേഷം ഉണ്ടായ അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിന് ശേഷം ഉണ്ടായ ഒരു ജില്ലയാണ്. ജില്ല ഉണ്ടായി കഴിഞ്ഞപ്പോൾ മറ്റെല്ലാ ജില്ലകളും പോലെ തന്നെ ആയിപ്പോയത്. അത്രേ ഉള്ളൂ, മലപ്പുറം ജില്ലയ്ക്ക് വേറെ വിശേഷമൊന്നുമില്ല. പക്ഷേ ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് മലബാറിലെ മുസ്ലിം ലീഗുകാർ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്, അത് മാപ്പിളസ്ഥാൻ രൂപീകരിക്കണം എന്നുള്ളതായിരുന്നു. അന്നത്തെ ഏറനാട് വള്ളുവനാട് താലൂക്കുകളും വള്ളുവനാട് താലൂക്കിൻ്റെ ചില ഭാഗങ്ങളും ഏറനാട് താലൂക്കും ലക്ഷദ്വീപും ചേർന്ന മാപ്പിളസ്ഥാൻ വേണം എന്നൊരാവശ്യം അന്നത്തെ സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ മദ്രാസ് പ്രവിശ്യ കമ്മിറ്റി ഉന്നയിച്ചു. പാകിസ്ഥാൻ രൂപീകരിക്കുന്ന സമയത്ത് അതൊന്നും നടപ്പായില്ല. അതിൻ്റെ ഒരു പുനരവതാരമാണ് ഈ മലപ്പുറം ജില്ല. മാപ്പിളസ്ഥാൻ വേറെ പേരിൽ വരികയാണ് എന്നൊക്കെ ആരോടുണ്ട്. പക്ഷേ മലപ്പുറം ജില്ല രൂപീകരിച്ചു. അവിടെ മനുഷ്യർക്ക് സമാധാനത്തോടെ ഇപ്പോഴും ജീവിക്കുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. മറ്റ് പല ജില്ലകളിലുള്ള അത്രയും വർഗീയതയോ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളൊന്നും മലപ്പുറം ജില്ലയിലില്ല. വ്യക്തിപരമായിട്ടും നല്ല മനുഷ്യരാണ് മലപ്പുറത്തുള്ള ആളുകൾ, മറ്റ് ജില്ലകളിലുള്ള അത്ര ഇല്ല, ഒരു കുഴപ്പമുള്ള സ്ഥലമല്ല. ഇപ്പോഴത്തെ ആവശ്യം മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ളതാണ്. അതിന് അവരുടേതായ ആവശ്യങ്ങളുണ്ട്. കാരണം ഇന്നിപ്പോൾ ജനസംഖ്യ കൊണ്ട് ഏറ്റവും വലിയ ജില്ല മലപ്പുറമാണ്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറം ജില്ലയിൽ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഈ ജനസംഖ്യ ആനുപാതികമായിട്ട് ജില്ല വിഭജിക്കണം. മലബാർ മലമ്പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഉയരം കൂടിയ ഭാഗങ്ങൾ, പെരിന്തൽമണ്ണ മങ്കട മുതൽക്ക് അങ്ങ് വേങ്ങര മഞ്ചേരി നിലമ്പൂർ വരെയുള്ള ഭാഗങ്ങളൊക്കെ മലപ്പുറം ജില്ലയായിട്ട് നിലനിർത്തുക. തീരപ്രദേശം പൊന്നാനി തിരൂർ താനൂർ ആ പ്രദേശങ്ങളെല്ലാം ചേർത്ത് ഒരു തീരദേശ ജില്ല, അത് തിരൂർ ജില്ലയായിട്ട് പുനഃക്രമീകരിക്കുക. ഇതാണ് അവരുടെ ആവശ്യം. ഒറ്റ കേൾവിയിൽ ഇതിൽ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഈ മുസ്ലിം യാഥാസ്ഥികരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫണ്ടമെൻ്റലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാനത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള 2 ജില്ലകളുണ്ടാവും എന്നുള്ളതാണ്. അതായത് മുസ്ലിം ലീഗിൻ്റെ 4 മന്ത്രി എന്നുള്ള 5 മന്ത്രിയായിട്ട് വർദ്ധിക്കുന്ന പോലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലകൾ 2ആയിട്ട് വർദ്ധിക്കും. 2 ജില്ലകളിൽ അവർക്ക് പ്രാമുഖ്യം കിട്ടും എന്നുള്ളതാണ്. അത് പറയാമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. 4 മന്ത്രിയുടെ വകുപ്പുകൾ വിഭജിച്ച് 5 മന്ത്രിമാർക്ക് കൊടുത്തു, അതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല വിശേഷമൊന്നുമില്ല എന്ന പോലെ. പക്ഷേ അത് ഇതൊരാവശ്യം ആദ്യം ഉയർത്തുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയൊക്കെ സമയത്ത് അവർ സീരിയസ് ആയിട്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നു. അതിനുവേണ്ടി മലപ്പുറം ജില്ലാ ഹർത്താലൊക്കെ സംഘടിപ്പിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും പോയില്ല. പിന്നീട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഈ രീതിയിലൊരു പ്രമേയം പാസ്സാക്കി. പിന്നീട് ആ 10 കൊല്ലം CPMകാർ ഭരിച്ചപ്പോൾ ഇവർ വളരെ നിശബ്ദരായിരുന്നു, അവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഈ ആവശ്യം ഉയർന്നു വരികയാണ്. അത് വെറും ഒരു ആവശ്യമായിട്ടല്ല, ശക്തമായൊരു ആവശ്യമായിട്ട് ഉയർന്നു വരികയാണ്. എന്ന് മാത്രമല്ല, ഇതപര്യന്തം നിശബ്ദത പാലിച്ച അല്ലെങ്കിൽ സംയമനം പാലിച്ച മിതത്വം പാലിച്ച പല സാമുദായിക ശക്തികളും ഇതേ ആവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ കാന്തപുരം AP സുന്നി വിഭാഗക്കാർ പോലും ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുകയാണ്. ഇവർ സാധാരണ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന കൂട്ടരാണ്, ലീഗിനോട് മറ്റ് പല വിധത്തിൽ എതിർപ്പുള്ളവരാണ്. പക്ഷേ AP സുന്നി പോലും ഈ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും? ഇനിയിപ്പോൾ UDFൻ്റെ സർക്കാരാണ് വരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ജില്ലാ വിഭജനം ഉറപ്പായിട്ട് നടക്കും. കാരണം മുസ്ലിം ലീഗ് പ്രബല ശക്തിയാണ് എന്ന് മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ അവരിലേക്ക് വ്യവസായം, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആ വകുപ്പിന് ഈ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട സേ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അത് കേരളത്തിൽ ഇപ്പോൾ ഉള്ള സാമുദായിക സമവാക്യങ്ങളെ ഏത് രീതിയിൽ ബാധിക്കും? ഇതിപ്പോൾ ഇങ്ങനൊരു ജില്ലയ്ക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആവശ്യത്തിന് ഒരു പ്രതിധ്വനി ഉണ്ടാകും. ജില്ലകൾക്ക് വേണ്ടിയുള്ള മുറവിളി തിരൂരിൽ നിന്ന് മാത്രമല്ല ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മുടെ PV അൻവറാണെങ്കിൽ മലബാറിലുള്ള എല്ലാ ജില്ലകളും വിഭജിക്കണം, പാലക്കാട് ജില്ല വിഭജിച്ച് മണ്ണാർക്കാട് ജില്ല ഉണ്ടാക്കണം, മലപ്പുറം ജില്ല 3ആയിട്ട് വിഭജിക്കണം, പിന്നെ കോഴിക്കോട് ജില്ല വിഭജിച്ച് നാദാപുരം ജില്ല അല്ലെങ്കിൽ വടകര ജില്ല ഉണ്ടാക്കണം, അതുപോലെ കണ്ണൂർ ജില്ല വിഭജിച്ച് കൂത്തുപറമ്പ് ജില്ല ഉണ്ടാക്കണം, കാസർഗോഡ് ജില്ല വിഭജിച്ച് കാഞ്ഞങ്ങാട് ജില്ല ഉണ്ടാക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന ആളാണ്. അങ്ങനെയൊക്കെ ആവശ്യപ്പെടാം, ആർക്ക് എന്താ ആവശ്യപ്പെടുക എപ്പോഴും ഉന്നയിക്കാം. പക്ഷേ മൂവാറ്റുപുഴ ജില്ല വേണം എന്ന ആവശ്യം പണ്ട് തൊട്ടേ ഉണ്ട്.
നെയ്യാറ്റിൻകര ജില്ല വേണം എന്ന ആവശ്യമുണ്ട്. മാവേലിക്കര ജില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ ആവശ്യം നേരത്തെ ഉണ്ട്. അപ്പോൾ ഇത് വലിയൊരു പണ്ടോറയുടെ പെട്ടി തുറക്കുന്ന പരിപാടിയായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ആൾ, അത് വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും ഇങ്ങനെ ആവശ്യത്തിന് വഴങ്ങുമോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. പിന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലെ, എ കെ ബാലനെ പോലെ, പിണറായി വിജയനെ പോലുള്ള ആളുകൾക്ക് ഈ ലീഗിൻ്റെ സമുദായ അജണ്ടയാണ് ഇവിടെ നടപ്പാകാൻ പോകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാനും സാമുദായിക ധ്രുവീകരണം കൂടുതൽ രൂക്ഷമാക്കാനും ഈ മലപ്പുറം ജില്ലാ വിഭജനവാദം കൂടുതൽ സഹായകരമാകും എന്നുകൂടി ഞാൻ സംശയിക്കുന്നു. ഇനി വരാൻ പോകുന്നത് നമുക്ക് വഴി തങ്ങയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ബാക്കി കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം.